പഹൽഗാമിലെ ഭീകര ആക്രമണത്തെ തുടർന്ന് പാക് പൗരത്വമുള്ളവർ രാജ്യം വിടണമെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. ഇത് കേരളത്തിൽ കഴിയുന്ന ഇന്ത്യൻ പൗരത്വം കിട്ടാത്ത പാകിസ്ഥാനിൽ മുൻപ് കഴിഞ്ഞിരുന്ന പലരെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. കൊയിലാണ്ടി സ്വദേശിയായ ഹംസ അത്തരത്തിൽ ഒരു ആളാണ്. എങ്ങനെയാണ് പാകിസ്ഥാൻ ബന്ധം? എങ്ങനെയാണ്? പാകിസ്ഥാനിൽ ഞാൻ മൂത്ത ജ്യേഷ്ഠൻ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അന്നേരം പോയതാണ്. കരച്ചിലങ്ങനെ സ്ഥിരം കൊണ്ടുപോയി. പിന്നെ അതിൽ തന്നെ ബെൽസും പൂക്കും എല്ലാം ആയിരുന്നു. പിന്നെ 72 യുദ്ധം കഴിഞ്ഞ് ബംഗ്ലാദേശ് വേറെ അതിൻ്റെ ശേഷം പിന്നെ വഴി കിട്ടി. പിന്നെ പാസ്പോർട്ട് എടുത്ത് അവിടെ നിന്ന് വരേണ്ടി വന്നപ്പോൾ അവിടെ നിന്ന് പാസ്പോർട്ട് എടുത്തിട്ട് ഇവിടെ വേണ്ടി വന്നു, നാട്ടിൽ വന്നു. കേരളത്തിലേക്ക് വരുന്നത് ഞാൻ ബസ്സിൽ വരുന്നത് 72-ലാണ്, 75-ൽ അടിയന്തരാവസ്ഥയിൽ ഇന്ദിരാഗാന്ധിൻ്റെ അടിയന്തരാവസ്ഥയിൽ അന്നാ ബസ്സിൽ. അതും റെഡ് ക്രോസിൻ്റെ വീതിയിലാണ് വന്നത്. ഇവിടെ സിറ്റിസൺഷിപ്പിന് കൊടുത്തു. അതിൻ്റെ ഒന്നും പിന്നെ ഒന്നും സെറ്റിങ്ങില്ല. അവിടെ കിട്ടി എന്നുള്ള ഇതിൽ ഒരു കാർഡ് വന്ന് ഡൽഹിയിൽ. അതിന് ശേഷം പിന്നെ ഒന്നും ഇത് വന്നില്ല. നമ്മൾ പോയിട്ട് അങ്ങോട്ട് അവിടെ പോയിട്ട് നമ്മൾ എല്ലാം ചെയ്യുകയും പിടിക്കുകയും ചെയ്താൽ നമ്മുടെ ആയിപ്പോയിനും. എങ്കിലും അതിന് നമുക്ക് ശേഷിയില്ല. ഹൈക്കോടതിൻ്റെ രേഖാന്തങ്ങളുള്ളൂ 2007 അതുണ്ട്. പിന്നെ ഇതിൽ LTV ഇത് കൊടുക്കലാണ് 2 കൊല്ലത്തേക്ക് നിൽക്കാനുള്ള ഇത് താൽക്കാലികമായിട്ട്. ഇവിടെ ജനിച്ചതും ഇവിടെ പഠിച്ചതും ഇവിടുന്ന് കല്യാണം കഴിച്ചതും എല്ലാം തന്നെ. പിന്നെ ഇത് അന്നേരം ഓലെ ജ്യേഷ്ഠൻ ആടേനു. അന്നേരം ജ്യേഷ്ഠൻ വിളിച്ചറിയുമ്പോൾ ജ്യേഷ്ഠൻ ഇപ്പം അവിടെ മരിച്ചുപോയി. മൂത്ത ജ്യേഷ്ഠനുണ്ടേനു, അതിൻ്റെ അനിയനുണ്ടേനു. അനിയൻ പിന്നെ ഇതുപോലെ നാട്ടിൽ വന്നിട്ട് 10 കൊല്ലം ഇവിടെ നിൽക്ക്. പിന്നെ ഇവിടുന്ന് അസുഖം വന്ന് മരിച്ചതാണ്. എവിടെ എന്നാ നിന്നത്. പിന്നെ വരാൻ കഴിയാണ്ടായാലും എന്തോ ഒരു പാസ്പോർട്ട് മാറ്റിയെടുത്ത് നാട്ടിൽ വരാൻ കഴിയാണ്ടായാലും മാറ്റിയെടുത്ത് വന്നെന്നല്ലാണ്ട് വേറെ ഒരു കള്ളത്തരവും ചതിയും ഒന്നും ചെയ്തിട്ടില്ല. പഠിച്ചവനിക്കറിയാത്ത കാര്യമൊന്നുമില്ല. ഇവിടെ ജീവിച്ച് ഇവിടുന്ന് മരിച്ചു പോകാനുള്ള ബോധി വേറെ ഒന്നുമില്ല. മനസ്സിലൊരു പ്രാർത്ഥന അത് തന്നെയാണ് എപ്പോഴും. അരുൺ കിഷോറിനൊപ്പം മുഹമ്മദ് ഷഹീദ്, മാതൃഭൂമി ന്യൂസ്.